Good morning, everyone. MPSC 001 കോഴ്സ് കോഡിൽ ഇഗ്നോയിലെ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി. സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ദി കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, മീനിങ് ആൻഡ് ഫീച്ചേഴ്സ്, ദെൻ പ്രീ മോഡേൺ ട്രഡീഷൻ, ലിബറൽ ഇൻഡിവിജ്വലിസ്റ്റ് ട്രഡീഷൻ, ഇങ്ങനെ വേരിയസ് കൺസെപ്റ്റ്സാണ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ, ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് വിച്ച് ഒക്കുപ്പൈസ് എ സെൻട്രൽ പ്ലേസ് ഇൻ പൊളിറ്റിക്കൽ സെൻസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ പൊളിറ്റിക്കൽ സയൻസിലേക്ക് നാം ഒന്ന് എത്തി നോക്കിയാൽ പ്രഥമമായ സ്ഥാനമാണ് സ്റ്റേറ്റിന് വഹിക്കാനുള്ളത്. നോ ഡിസ്കഷൻ ഓൺ പൊളിറ്റിക്കൽ തിയറി ഈസ് കംപ്ലീറ്റ് വിത്തൗട്ട് എ റെഫറൻസ് ടു ദ വേർഡ് സ്റ്റേറ്റ്. ഞാൻ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഏതൊരു തിയറി അത് പഠിക്കുവാൻ തുനിഞ്ഞാലും സ്റ്റേറ്റിനെ കുറിച്ച് അറിയാതെ ആ ഒരു തിയറി നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ദ സ്റ്റേറ്റ് indeed touches every aspect of human life, and this is why it has very rightly captured the attention of all political philosophers since the days of Plato. അതായത് തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ ഇവരെല്ലാം. അപ്പോൾ പ്ലേറ്റോയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നാം നോക്കുമ്പോൾ ഏതൊരു രാഷ്ട്രീയ തത്വചിന്തയും അത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു. അതുമാത്രമല്ല, ആ മനുഷ്യൻ്റെ മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള അവൻ്റെ ഒരു പശ്ചാത്തലം, അവൻ്റെ ജീവിത കഥകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം, ഇതെല്ലാം ചേർന്ന് വരുമ്പോഴേക്കും പബ്ലിക് ലൈഫ് അതിൽ ഈ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വശമാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ദോ ദിസ് ആസ്പെക്റ്റ് ഈസ്, ഇറ്റ് ഈസ് നോട്ട് ദ ഓൺലി ആസ്പെക്റ്റ് വിച്ച് എക്സ്പ്ലെയിൻസ് ആസ് ടു വാട്ട് ഇറ്റ് ഈസ്. The state is where it operates on. Its real meaning, together with its other related implications, emerges more clearly when it is understood in relation to the domain of its area of operation, which is what a society is. Okay. അപ്പോൾ സൊസൈറ്റിയുടെ ആ ഒരു ഡൊമൈൻ, അതിൻ്റെ ഒരു നിലനിൽപ്പ്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിൻ്റെ റോള്, സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ് എൻറ്റിറ്റി എന്ന രീതിയിൽ സ്റ്റേറ്റിനുള്ള പ്രാധാന്യം. അപ്പോൾ നാം അറിയണം, വാട്ട് ഈസ് സ്റ്റേറ്റ്, വാട്ട് ഈസ് സൊസൈറ്റി ഓർ സിവിൽ സൊസൈറ്റി, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു, ഓർ ഹൗ ഡു ദ ടു സ്റ്റാൻഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ, വാട്ട് ഈസ് സോ പർട്ടിക്കുലർ അബൌട്ട് സിവിൽ സൊസൈറ്റി ദാറ്റ് ഗീവ് ദ സ്റ്റേറ്റ് എ ഡിഫറെൻ്റ് connotation. These questions have seen and actually are central to the themes of political theory, and to these questions answers have been addressed by numerous political theorists. അപ്പോൾ സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി എന്താണ് അതിൻ്റെ മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് എന്നതാണ് നാം ഫസ്റ്റിലെ നോക്കുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി നമ്മളതിനെ സംബന്ധിച്ചൊന്ന് വിശദമായി നോക്കുമ്പോൾ, ഇറ്റ് ഈസ് വെരി കോമൺ ടു അഡ്രസ് സൊസൈറ്റി ആസ് എ സിവിൽ സൊസൈറ്റി. നമ്മൾ പൗരസമൂഹം എന്നാണ് പറയുക. കാരണം ജനങ്ങളാണ് സൊസൈറ്റിയുടെ ഉടമകൾ. അതുകൊണ്ട് ജനങ്ങൾ അധിവസിച്ചു പോരുന്ന ഈ ഒരു സമൂഹം, അതുകൊണ്ട് തന്നെ സൊസൈറ്റി എന്ന് പറയും, സിവിൽ സൊസൈറ്റി എന്ന് പറയും. സിവിൽ സൊസൈറ്റി ആസ് പൊളിറ്റിക്കൽ സൊസൈറ്റി. ഈ സിവിൽ സൊസൈറ്റി തന്നെയല്ലേ പൊളിറ്റിക്കൽ സൊസൈറ്റി ആയിട്ട് വരുന്നത്? കാരണം ഇവിടെയുള്ള പൗരന്മാരും വനിതകളും ഒക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ തലത്തിലേക്ക് ഒരു ഗവൺമെൻറ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വരുന്നത്. സോ പൊളിറ്റിക്കൽ സൊസൈറ്റി ആസ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, നമ്മൾ വളരെ സത്യസന്ധമായി സൊസൈറ്റിയെ വിശകലനം ചെയ്യുമ്പോൾ സൊസൈറ്റിയെ നമുക്ക് സിവിൽ സൊസൈറ്റി എന്ന് പറയാം. സിവിൽ സൊസൈറ്റി തന്നെയാണ് പൊളിറ്റിക്കൽ സൊസൈറ്റി ആവുന്നത്. ഈ പൊളിറ്റിക്കൽ സൊസൈറ്റി തന്നെയാണ് സ്റ്റേറ്റായി രൂപപ്പെടുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് as one or the other is to know none of them, while the concept society is a generic term. സൊസൈറ്റി എന്ന കൺസെപ്റ്റ്
അതൊരു ജനറിക് ടേം എന്ന രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സിവിൽ സൊസൈറ്റി ഡിനോട്ട്സ് എ ടൈപ്പ് ഓഫ് സൊസൈറ്റി in particular to a time and set up a particular situation. So society refers in general terms to the totality of the social relationship. Okay, totality of a social relationship, that is the general terms in respect of society. Then here the matters relating to public concerns. So this bring the term civil society. പബ്ലിക് കൺസേൺസുമായി വരുന്നത് കൊണ്ടാണ്, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കാര്യങ്ങൾ, അതുകൊണ്ടാണ് സിവിൽ സൊസൈറ്റി എന്നുള്ള ഒരു ആശയവും ഇവിടെ വരുന്നത്. അത് ക്ലോസ് ടു ദി കൺസെപ്റ്റ് ഓഫ് എ പൊളിറ്റിക്കൽ സൊസൈറ്റി. ഈ സിവിൽ സൊസൈറ്റി എന്നത് പൊളിറ്റിക്കൽ സൊസൈറ്റി എന്നുള്ള ആ ഒരു ആശയവുമായിട്ട് അടുത്ത് നിലകൊള്ളുന്നു. സോ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി, സൊസൈറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. ഫോർ എക്സാമ്പിൾ ഈസ് ആൻ ഏരിയ കവേർഡ് ബൈ സിവിൽ സൊസൈറ്റി. But it is a domain where political society does better to stay away from. So political society covers a whole range of activities related to political directly or indirectly, but it remains wider than the term state when the latter is treated merely as a matter of governance. It is indeed important to know the meanings of these terms clearly if one seeks to understand the relationship between them, that is society, civil society, then political society, then also government, all these concepts. So state and civil society in especially. Okay. Then meaning of state. State as a word, stato, appeared in Italy in the early part of the 16th century in the writings of Machiavelli, that is in 1469 to 1547. അതായത് സംസ്ഥാനം എന്ന് പറയുന്നതാണല്ലേ നമ്മൾ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ, ആ സ്റ്റേറ്റിന് അതിൻ്റേതായ ഒരു മീനിങ്, അത് ഇറ്റലിയിലേക്കാണ്. ആ സ്റ്റേറ്റോ, STATO, ഇറ്റലിയിലെ ആണ് ആ വേർഡിന് ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ പറയുന്നത്. 16th സെഞ്ച്വറിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ആ ഒരു കാര്യത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും മാക്കിയാവെല്ലിയുടെ എഴുത്തുകളിൽ പ്രകടമാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1469 1527 പീരീഡാണ്. സോ ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ സെൻസ് ഓഫ് ദ ബോഡി പൊളിറ്റിക്കൽ തിയറി ബിക്കെയിം കോമൺ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് ദി 16th സെഞ്ച്വറി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് 16th സെഞ്ച്വറിയുടെ അവസാന കാലഘട്ടം എത്തുമ്പോഴാണ് എവിടെ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്? ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വരുന്നത്. സോ ദ വേർഡ് സ്റ്റാറ്റസ് ക്രൺസ്റ്റ്, STAAT, സ്റ്റാറ്റസ്, SKUNST, സ്റ്റാറ്റസ് കൺസ്റ്റ് became the German equivalent of a region de stato during the 17th century. അപ്പോൾ സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ ആ ഒരു ആലങ്കാരികമായ പദപ്രയോഗം അത് ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു, അത് എവിടെയാണിത് ഉണ്ടായത്? അപ്പോൾ പല രാജ്യങ്ങളിലും പല തലങ്ങളിലായിട്ട് പല തരത്തിലാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്ത് പോന്നിരുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് എന്ന വേർഡ് ഉരുത്തിരിയാനുണ്ടായ സാഹചര്യം, അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, ഇതെല്ലാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റേറ്റ് ഹാസ് included from the beginning a reference to a land and a people. റെഫറൻസ് നോക്കിയാൽ നമ്മുടെ നാടും നമ്മുടെ നാടും ജനങ്ങളും കൂടി ചേരുമ്പോൾ സ്റ്റേറ്റ് ആകും, അതാണ് തുടക്കം. ബട്ട് ഇറ്റ് ഈസ് എലോൺ വുഡ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റേറ്റ്. പക്ഷെ നാടും ജനങ്ങളും കൂടി ചേർന്നാൽ മാത്രം സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. ഇറ്റ് റെഫേഴ്സ് ആൾസോ ടു എ യൂണിറ്റി, ഒരു ഐക്യത, യൂണിറ്റി ഓഫ് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ അതോറിറ്റി. അപ്പോൾ എന്ത് വേണം? ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ അതോറിറ്റി വേണം. റെഗുലേറ്റിംഗ് ദി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഓഫ് മാൻ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ മനുഷ്യനിലുള്ള ബാഹ്യമായ ബന്ധങ്ങൾ, അവരുടെ എക്സിസ്റ്റൻസ്, ഇവയെല്ലാം പ്രധാനമാണ്. സോ വിത്തിൻ ദി സൊസൈറ്റി ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഡസ്. ദാറ്റ് മീൻസ് ഇറ്റ് ക്രിയേറ്റ്സ് എ സിസ്റ്റം ഓഫ് ഓർഡർ ആൻഡ് കൺട്രോൾ, and for this
ഈസ് വെസ്റ്റഡ് വിത്ത് ദ ലീഗൽ പവർ ഓഫ് യൂസിങ് കമ്പൾഷൻ ആൻഡ് കോയേഴ്സ്. അതായത് നാടും ജനങ്ങളും മാത്രം ചേർന്നാൽ സ്റ്റേറ്റ് ആവില്ല. അപ്പോൾ സ്റ്റേറ്റിന് അതിൻ്റേതായ ഒരു യൂണിറ്റി ഉണ്ട്, അതിൻ്റേതായ ഒരു ലീഗൽ ഫോർമാലിറ്റിയിൽ അതിനൊരു ഐക്യത കൊടുക്കേണ്ടതുണ്ട്, അതിൻ്റെ ഒരു ഐക്യദാർഢ്യം നൽകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവിടെ ഒരു സിസ്റ്റം ഓഫ് ഓർഡർ, ഒരു കൺട്രോളിങ് സിസ്റ്റം, അതേപോലെ തന്നെ റെഗുലേറ്റിംഗ് സിസ്റ്റം, ലീഗൽ പവർ, യൂസിങ് കമ്പൾഷൻ, ദെൻ കൊയേഴ്സൺ, ഇതെല്ലാത്തിൻ്റെയും പ്രായോഗികത കൂടി വന്നു ചേരും. അപ്പോഴാണ് അത് സ്റ്റേറ്റിൻ്റെ രൂപത്തിലേക്ക് വന്നു ചേരുക എന്നതാണ്. ഓക്കെ. A state thus is formed in its elaborate system. It is found in its institutions which create laws and which enforce them. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ കാണാം? വളരെ സമഗ്രമായ, വളരെ വിപുലമായ, വിശാലമായ ഒരു സംവിധാനമാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിനുള്ളിൽ പലതരത്തിലുള്ള സാമൂഹിക സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അത് നടപ്പിലാക്കുന്നു, എല്ലാം ചെയ്യുന്നു. So the institutions such as the legislature, the executive and the judiciary, ഇതാണ് സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങൾ അഥവാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണ സഭ, നിർവഹണ സഭ, നീതിന്യായ സഭകൾ, ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ബ്യൂറോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ അറ്റാച്ച്ഡ് ടു എവരി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വ്യക്തമാക്കുന്നത്? ഒരു ബ്യൂറോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന രീതിയിൽ നിർവഹണവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അവർ എവരി എക്സിക്യൂട്ടീവ് ബ്രാഞ്ചുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഗവൺമെൻറ്റിൻ്റെ. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ കാൾഡ് ഇൻ ടു ഓപ്പറേഷൻസ് വെൻ ഇറ്റ്സ് വിൽ ഈസ് ചേഞ്ച്ഡ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സവിശേഷത, സ്ഥാപനങ്ങളുടെ സവിശേഷത, ആ സ്ഥാപനങ്ങൾ പ്രവർത്തന പദത്തിലേക്ക് എത്തുമ്പോഴേക്കും അവരുടേതായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം പലതരത്തിലുള്ള ചേഞ്ചസ് എല്ലാം വന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ മിലിറ്ററി, പോലീസ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനമെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കൂടെ നിൽക്കുന്നതാണ് സ്റ്റേറ്റിൻ്റെ കൂടെ. ദ സ്റ്റേറ്റ് ഈസ് ദസ് ദ സം ടോട്ടൽ ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാത്തിനെയും കൂടി ഉൾപ്പെടുന്ന തരത്തിലുള്ള ഇതിൻ്റെ ആകെ തുകയാണ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. റാൾഫ് മിലിബാൻഡ് അദ്ദേഹം ദ സ്റ്റേറ്റ് ഇൻ ക്യാപിറ്റാലിസ്റ്റ് സൊസൈറ്റി എന്ന ആ ഒരു കൃതിയിലൂടെ എഴുതിയിരിക്കുന്ന കാര്യം എന്താണ്? ഹി റൈറ്റ്സ് ദർ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ ഗവൺമെൻറ്, ദി അഡ്മിനിസ്ട്രേഷൻ, ദ മിലിറ്ററി ആൻഡ് ദി പോലീസ്, ദ ജുഡീഷ്യൽ ബ്രാഞ്ച്, സബ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് പാർലമെൻ്ററി അസംബ്ലീസ് വിച്ച് മേക്ക് അപ്പ് ദ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റിനെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ ആരൊക്കെയാണ്? സ്ഥാപനങ്ങൾ ആരൊക്കെയാണ്? അതിൽ ഗവൺമെൻറ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, മിലിറ്ററി ആൻഡ് പോലീസ് ഉണ്ട്, ജുഡീഷ്യൽ ബ്രാഞ്ച്, അതേപോലെ തന്നെ സബ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് പാർലമെൻ്ററി അസംബ്ലീസ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഗവൺമെൻറ് സ്റ്റേറ്റിന് രൂപം കൊടുക്കുന്നത്. ഇൻ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈസ് ദ സ്റ്റേറ്റ് പവർ. അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് ഇതിലെല്ലാം ആരുടേതായ അധികാരം വരുന്നുണ്ട്? സ്റ്റേറ്റിൻ്റേതായ അധികാരവും വരുന്നുണ്ട്. ദ സ്റ്റേറ്റ് പവർ ത്രൂ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കം ദ ലോ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഫ്രം ദം സ്പ്രിങ് ദി ലീഗൽ റൈറ്റ് ഓഫ് യൂസിങ് ഫിസിക്കൽ ഫോഴ്സ്. അപ്പോൾ അങ്ങനെ ഈ സംവിധാനങ്ങൾ, ഈ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഇവിടുത്തെ ചില സിസ്റ്റം എന്ന രീതിയിലാണ് ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. ദ സ്റ്റേറ്റ് ആസ് ഗവേണൻസ് ഈസ് എ സിസ്റ്റം റിലേറ്റഡ് ടു വാട്ട് മേ ബി കാൾഡ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. സ്റ്റേറ്റിൻ്റെ ഭരണ സംവിധാനം, അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്, അതിനൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഈ സംവിധാനം എന്ന് പറയുമ്പോൾ അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊളിറ്റിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിലോ പൊളിറ്റിക്കൽ സൊസൈറ്റിയുമായിട്ടാണ് അതിന് ബന്ധം. It includes, on the other hand, institutions such as political parties, then also pressure groups, the opposition, etc. അപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും അതിലാരുണ്ട്? ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റേതായ ഒരു സംവിധാനമുണ്ട്, അതേപോലെ തന്നെ മറുഭാഗത്ത് പല വിഭാഗങ്ങളുടേതായ പ്രഷർ, പിന്നെ എതിർപ്പ്, ഒപ്പോസിഷൻ, ഇവയെല്ലാം അവിടെ വരാം. ആൻഡ് ദി അതർ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഹൗസസ്. മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇൻഡസ്ട്രിയൽ ഹൗസസ്,
റിലീജിയസ് ആൻഡ് കാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രേഡ് യൂണിയൻസ് എല്ലാം ഉണ്ട്. So these institutions existing outside of the state system, they attempting to influence the functioning of the state. സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുവാനും നല്ല രീതിയിൽ മുന്നോട്ടുള്ള പ്രവർത്തനം കൊണ്ടുവരാനും എല്ലാം പുറത്തുനിന്ന് എല്ലാവരുടെയും ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. Somewhere even dominating it and somewhere in collaboration with it. Skocpol സ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ റവല്യൂഷൻ എന്ന ടെക്സ്റ്റ് ബുക്കിലൂടെ എ കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ് ഫ്രാൻസ്, റഷ്യ ആൻഡ് ചൈന. സമ്മപ്പ് ആരാണ്? സ്കോക്ക് പോൾ, SKOCPOL, സ്കോക്ക് പോൾ. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുക? സമ്മപ്പ് വാട്ട് നീര ചാന്ദ് ബുക്ക്, അതായത് നീരാജ് ചാന്ദ് ബുക്ക് എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിനെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അവരവരുടെ ടെക്സ്റ്റായ സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റിയിൽ അവർ പറയുന്നുണ്ട്. ഈ കാൾസ് ദ സ്റ്റേറ്റിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ്, ആശയ സമഗ്രത എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. ദ സ്റ്റേറ്റ് പ്രോപ്പർലി കൺസീവ്ഡ് ഈസ് റാദർ എ സെറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ്, പോളിസിങ്, military organizations headed and more or less well coordinated by an executive authority. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് തലം, പോളിസി ഫോമുലേഷൻ ഉണ്ടാവണം, മിലിറ്ററി ഓർഗനൈസേഷനെ ഹെഡ് ചെയ്യണം, അതേപോലെ തന്നെ എന്താണ് മോർ ഓർ ലെസ് വെൽ കോർഡിനേറ്റഡ് ബൈ എക്സിക്യൂട്ടീവ് അതോറിറ്റി. എക്സിക്യൂട്ടീവ് അതോറിറ്റി വെൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനവും ആയിരിക്കണം എന്നാണ് പറയുന്നത്. So the coercive and administrative organizations are only part of overall political systems. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. These systems also may be contained. അപ്പോൾ ഈ ഒരു coercive system എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ത്രൂ വിച്ച് സോഷ്യൽ ഇൻട്രസ്റ്റ് ആർ റെപ്രസെൻറ്റഡ്. ജനങ്ങളുടെ പൊതുവികാരത്തെ മാനിച്ചുകൊണ്ടുള്ള സാമൂഹ്യമായ പ്രതിബദ്ധതയോടുകൂടി സ്റ്റേറ്റ് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ട പോളിസി ഡെവലപ്പ് ചെയ്യണം. ആസ് വെൽ ആസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ത്രൂ വിച്ച് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആർ മൊബിലൈസ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പോളിസി ഇംപ്ലിമെൻറ്റേഷൻസ്. സോ നെവർത്തിലെസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കോയേഴ്സീവ് ഓർഗനൈസേഷൻസ് ആർ ദ ബേസിസ് ഓഫ് സ്റ്റേറ്റ് പവർ. സ്റ്റേറ്റ് പവറിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി പറയുമ്പോൾ അതിൻ്റെ ഭരണപരവും നിർബന്ധിതവുമായിട്ട് ജനങ്ങളിലേക്ക് ചില അധികാരങ്ങൾ ചുമത്തുവാനായിട്ട് ശേഷിയുള്ള സംവിധാനം എന്ന രീതിയിലാണ്, ഓർഗനൈസേഷൻ എന്ന രീതിയിലാണ് സ്റ്റേറ്റ് പവറിൻ്റെ ബേസിസ് എന്ന് നിലകൊള്ളുന്നത്. ഓക്കെ, ദി അതർ സ്ട്രാൻഡ് ഗിവിങ് ദ സ്റ്റേറ്റ് എ മീനിങ് കംസ് ഫ്രം മൈക്കിൾ ഫോക്കോൾട്ട്. അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് ആൻഡ് പവർ ഇൻ പി റാബിനൗ. ദി ഫോക്കോൾട്ട് റീഡർ 1987 എന്ന് പറഞ്ഞാൽ മൈക്കിൾ ഫോക്കോൾട്ട് സ്റ്റേറ്റിൻ്റെ മീനിങ്ങിനെ സംബന്ധിച്ചൊരു സമഗ്രമായ ആശയം അദ്ദേഹം നൽകുന്നുണ്ട്. അതെന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഹു റിഗാർഡ്സ് ദ സ്റ്റേറ്റ് ആസ് ബിൽറ്റ് ഓൺ പവർ റിലേഷൻസ്. പവർ റിലേഷൻസിൽ അധിഷ്ഠിതമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ സൊസൈറ്റി, പവർ റിലേറ്റഡ് ആണ്, സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ആ ഒരു സംവിധാനത്തെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ് he concluded can only be operate on the basis of existing relations of domination and oppression in society. സ്റ്റേറ്റിൻ്റെ ആ ഒരു പവർ അത് എക്സിക്യൂട്ട് ചെയ്യണത് തീർച്ചയായിട്ടും അവിടെ എന്തുമായുള്ള റിലേഷനിലാണ്? ഡൊമിനേഷൻസ്, അതേപോലെ തന്നെ സൊസൈറ്റിയിലെ ഓപ്പറേഷൻസ്, ഇതെല്ലാം കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പലരും അവരവരുടേതായ പല ഐഡിയാസും സ്റ്റേറ്റിനെ സംബന്ധിച്ച് ആശയ രൂപീകരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള ഈ ഒരു പേഴ്സ്പെക്റ്റീവിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ചാന്ദ് ഹോക്ക് പറയുന്നത് ദ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നവർ കോൺസെൻട്രേറ്റ് ഓൺ ദ സ്റ്റേറ്റ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് സൊസൈറ്റി. സ്റ്റേറ്റിനെ നിലനിർത്തുന്നത് സമൂഹത്തിലെ ജനങ്ങളുടെ ചെലവിലാണ്. അപ്പോൾ സൊസൈറ്റിയുടെ എക്സ്പെൻസിലാണ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. ആൻഡ് ദ തിയറിസ്റ്റ് ഇൻ ദിസ് മോഡ് concentrate on social interaction at the expense of the state.
അതേപോലെ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ഐഡിയാസ് എന്ന് പറയുമ്പോഴേക്കും ഇൻ ദി മോഡ് ഓഫ് കോൺസെൻട്രേറ്റ് ഓൺ സോഷ്യൽ ഇൻറ്ററാക്ഷൻ. സോഷ്യൽ ഇൻറ്ററാക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരുടെ ചിലവിൽ? സ്റ്റേറ്റിൻ്റെ എക്സ്പെൻസിലുമാണ്. So she concludes that thus the state, with a view to understanding it in relation to society and vice versa. അപ്പോൾ സൊസൈറ്റി ആരുമായിട്ട്? സ്റ്റേറ്റുമായിട്ട്. സ്റ്റേറ്റിന് ആരുമായിട്ട്? സൊസൈറ്റി ആയിട്ട്. ഇങ്ങനെ പരസ്പര ബന്ധിതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പവർ സെൻറ്റേഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് സ്റ്റേറ്റ് എന്ന് നാം പറയാം. ഇറ്റ് ഈസ് എ സോഷ്യൽ റിലേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എ കോഡിഫൈഡ് പവർ ഓഫ് ദ സോഷ്യൽ ഫോർമേഷൻ. ഒരു കോഡിഫൈഡ് ആണ്. അവിടെ എന്താണ്? ഒരു നിയമസംഹിത ഉണ്ടാവാം, ആ നിയമത്തിൻ്റെ കോഡുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ജനങ്ങളും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ, ജനങ്ങൾക്ക് വേണ്ടത് സാമൂഹ്യപരമായ വെൽഫെയർ ആക്ടിവിറ്റീസ് അത് പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് നിലകൊള്ളേണ്ട സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ഒരു കോഡിഫൈഡ് പവറാണ്. അത് രണ്ട് കൂട്ടരും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. പവർ ഏറ്റെടുക്കുന്നത് ആരാ? സ്റ്റേറ്റാണ്. ആ അധികാരം കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തോന്നിയവാസം പ്രവർത്തിക്കാനുള്ളതല്ല. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് അത് ചെലവഴിക്കാനുള്ളതാണ്. അതല്ല സ്വേച്ഛാധിപത്യം, ഏകാധിപത്യം എന്ന തരത്തിലെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാം എന്ന തരത്തിലുള്ള നയരൂപീകരണവുമായി വരുന്ന ഭരണാധികാരികൾക്ക് സൊസൈറ്റിയിൽ ജനം അംഗീകരിക്കില്ല. അവർക്ക് നാളുകളോളം നിലനിൽക്കാനാവില്ല. തീർച്ചയായിട്ടും അവരുടെ അന്ത്യം എത്രയും വേഗത്തിലായിരിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സിവിൽ സൊസൈറ്റിയെ സ്വാധീനിക്കുവാൻ സ്റ്റേറ്റിൻ്റെ ഒരു പ്രാധാന്യം, പൗരസമൂഹത്തെ സ്വാധീനിക്കുവാനായിട്ട് നിയമ പ്രതിബദ്ധതയോടുകൂടി സിവിൽ കോഡോടുകൂടി രൂപപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ തിയറി, അവയെല്ലാം വളരെ പ്രസക്തവും പ്രാധാന്യവുമാണ് എന്നതാണ് നാം ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിലൂടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ദിസ് പാർട്ട് ഈസ് ഓവർ ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട്, the meaning of civil society, so that is in another video class. Okay, thank you.